ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ ലങ്കാധിപതി രാവണൻ പാതാളം കാണുവാൻ പോയി. ഭൂമിയിൽ നിന്നും 6 ലോകങ്ങൾ കടന്നാലേ പാതാളത്തിലെത്താൻ സാധിക്കൂ. ഹിന്ദു വിശ്വാസം അനുസരിച്ച് 14 ലോകങ്ങളുണ്ട്. ഭൂമിക്ക് മുകളിൽ 7 ലോകം. ഏറ്റവും മുകളിൽ സത്യലോകം, തപലോകം, ജ്ഞാനലോകം, മഹാലോകം, സ്വർഗലോകം, ഭുവർലോകം, ബഹുലോകം. ഭൂമിക്ക് താഴേക്ക് 7 ലോകം: അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഓരോ ലോകവും കണ്ടു രാവണൻ സുതലത്തിലെത്തി. അതിമനോഹരമായ ഉദ്യാനത്തോടു കൂടിയ സുതലം വിസ്തരിച്ചൊന്ന് കാണുവാൻ രാവണൻ തീരുമാനിച്ചു. ഉദ്യാനം ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരു അതിമനോഹരമായ രാജകൊട്ടാരം കണ്ടു. ഭൂമിക്കടിയിൽ ഇത്രയും മനോഹരമായ ഒരു കൊട്ടാരമോ? രാവണനെ അത്ഭുതം തോന്നി. കൊട്ടാരം ഉള്ളിൽ കയറി കാണുവാൻ തീരുമാനിച്ചു. കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടം ലക്ഷ്യമാക്കി നടന്നു. അടുത്തു ചെല്ലും തോറും അതിൻ്റെ മനോഹാരിത കൂടി വരുന്നു. കൊട്ടാരത്തിന് മുൻപിലെത്തിയപ്പോൾ കൊട്ടാരത്തിന് കുന്തവും പിടിച്ചു കാവൽ നിൽക്കുന്നതാകട്ടെ ഒരു കൊച്ചുകുട്ടി. കുട്ടിയെ വകവയ്ക്കാതെ രാവണൻ ഗോപുരം കടക്കാൻ ഒരുങ്ങിയപ്പോൾ ആ കുട്ടി വഴി തടഞ്ഞു. അല്ലയോ മഹാനുഭാവ, രാജാവിൻ്റെ അനുവാദമില്ലാതെ ആരെയും ഉള്ളിലേക്ക് കടത്തിവിടരുത് എന്ന ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാവൽ നിൽക്കുന്നത്. അങ്ങ് ദയവായി കുറച്ചു നേരം കാത്തു നിൽക്കുമോ? ഞാൻ ഉള്ളിൽ ചെന്ന് മഹാരാജാവിൻ്റെ അനുവാദം വാങ്ങി വേഗം വരാം. കൊച്ചുകുട്ടി ആദരവോടെ പറഞ്ഞു. ഓഹോ, സുതലത്തിൽ വേറെ രാജാവോ? കുഞ്ഞെ, ആരാണ് മനോഹരമായ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന രാജാവ്? രാവണൻ ചോദിച്ചു. പ്രഹ്ലാദ പൗത്രൻ മഹാബലി ചക്രവർത്തിയാണ് ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത്, കുട്ടി പറഞ്ഞു. മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി ചക്രവർത്തിയാണോ ഇവിടെ താമസിക്കുന്നത്? മഹാവിഷ്ണുവിനെ പേടിച്ച് പാതാളത്തിൽ കഴിയുന്ന മഹാബലിയെ ഒന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. കുഞ്ഞെ, രാക്ഷസ രാജാവായ ലങ്കാധിപതി രാവണൻ കാണാൻ വരുന്നു എന്ന് രാജാവിനെ അറിയിക്കൂ. കുട്ടി അകത്തേക്ക് നടന്നുപോയി. മഹാബലിയുടെ അരികിൽ നിന്നും അനുവാദം വാങ്ങി തിരികെ വന്ന് രാവണനെ അകത്തേക്ക് പോകുവാൻ അനുവാദം കൊടുത്തു. രാവണൻ മഹാബലിയെ നേരിട്ട് കണ്ടു. തങ്ക കിരീടവും അണിഞ്ഞു സിംഹാസനത്തിൽ പ്രൗഢിയോടെ ഇരിക്കുന്ന മഹാബലി, സുതല ലോകം വാഴുന്ന സാക്ഷാൽ മഹാബലി ചക്രവർത്തി. മഹാബലിയെ കണ്ടതും രാവണൻ പറഞ്ഞു, അല്ലയോ മഹാബലി, അങ്ങ് എന്തിനു മഹാവിഷ്ണുവിനെ പേടിച്ച് ഭൂമിക്കടിയിൽ ഒളിച്ചു താമസിക്കണം? അങ്ങ് ഭൂമിയിലേക്ക് വരൂ. ലങ്കാധിപതി രാവണൻ ഉള്ളപ്പോൾ അങ്ങയെ മഹാവിഷ്ണു ഒന്നും ചെയ്യില്ല. കൈലാസ പർവ്വതം ദാ ഈ കൈകളിൽ ഉയർത്തിയ രാക്ഷസ രാജാവ് രാവണൻ്റെ പേര് കേട്ടാൽ തന്നെ 14 ലോകവും വിറയ്ക്കും. പിന്നല്ലേ ഈ മഹാവിഷ്ണു? മഹാവിഷ്ണു വാമനനായി വേഷം മാറി ചതിച്ചല്ലേ അങ്ങയെ സുതലത്തിലേക്ക് താഴ്ത്തിയത്? ഈ മഹാവിഷ്ണുവിനെ നേർക്കുനേരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വേഷം മാറി വന്ന് വരം ചോദിച്ച് തോൽപ്പിച്ചത്. എന്നിട്ട് ഒരു വരവും തന്നു. വർഷത്തിൽ ഒരു ദിവസം തിരുവോണം നാളിൽ സ്വന്തം പ്രജകളെ കാണുവാൻ ഭൂമിയിൽ വന്നോളാൻ. ഏതാണ്ട് ഔദാര്യം പോലെ. കള്ളവും ചതിവും ഇല്ലാത്ത രാജ്യം വാണിരുന്ന മഹാബലിയുടെ കീർത്തി 14 ലോകവും അറിയുമല്ലോ. മഹാബലി എൻ്റെ കൂടെ വന്നാലും രാവണനുള്ളപ്പോൾ മഹാബലിയെ ആരും തൊടില്ല. മഹാവിഷ്ണു മാത്രമല്ല, ലോകത്തിലെ ഒരു ശക്തിയും രാവണനെ തോൽപ്പിക്കില്ല, സംശയിക്കേണ്ട. മഹാബലി ഒന്നും മറുപടി പറഞ്ഞില്ല. രാവണനെ കൊട്ടാരം കാണിച്ചു കൊടുക്കുവാൻ ക്ഷണിച്ചു കൊണ്ടുപോയി. സുതലത്തിലെ അതിമനോഹരമായ കൊട്ടാരം കണ്ടു രാവണൻ അത്ഭുതപ്പെട്ടു. 2 പേര് നടന്ന് കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിലെത്തി. കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിൻ്റെ മധ്യഭാഗത്തായി രത്നക്കല്ലുകൾ പതിപ്പിച്ച അതിമനോഹരവും ഭീമാകാരവുമായ ഒരു സ്വർണ്ണത്തളിക കിടക്കുന്നു. ഒരു 100 പേർക്ക് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വിസ്താരമുണ്ട്. ഇത്രയും വലിയ തളികയിൽ ആരാണ് ഭക്ഷണം കഴിക്കുന്നത്? അതുമാത്രമല്ല, ഇത് എന്തിന് ഈ നടുത്തളത്തിൽ വെച്ചിരിക്കുന്നു? ഇതെടുത്ത് ഒരു സൈഡിൽ മാറ്റി വെച്ചാൽ കൂടുതൽ സൗകര്യവും കിട്ടുമല്ലോ. രാവണൻ മഹാബലിയോട് ചോദിച്ചു. ഈ തളിക ഇവിടുന്ന് മാറ്റി വെച്ചുകൂടെ? നടുത്തളത്തിൽ ഇതിങ്ങനെ കിടക്കുന്നത് അസൗകര്യവും അഭംഗിയുമാണല്ലോ. പരിചാരകരോട് പറഞ്ഞാൽ അതെടുത്തു മാറ്റില്ലേ? ഞങ്ങളെല്ലാവരും അത് എടുത്തു മാറ്റുവാൻ പരിശ്രമിച്ചു, പരാജയപ്പെട്ടു. അത്രയ്ക്ക് ഭാരമാണ്. എടുത്തു മാറ്റാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആർക്കും സാധിക്കുന്നില്ല. കൈലാസം കൈകളിൽ ഉയർത്തിയ അങ്ങേക്ക് ചിലപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. അങ്ങ് തന്നെ അതൊന്ന് നീക്കി വെച്ചു തന്നാലും, മഹാബലി പറഞ്ഞു. രാവണൻ ഒരു കൈകൊണ്ട് തളിക ഉയർത്താൻ ശ്രമിച്ചു. അനങ്ങുന്നില്ല. 2 കൈകളും കൊണ്ട് ഉയർത്താൻ ശ്രമിച്ചു. തളിക അനങ്ങുന്നില്ല.
നിലത്തിരുന്നു കൊണ്ട് 2 കൈകൾ കൊണ്ട് വീണ്ടും തളിക ഉയർത്താൻ ശ്രമിച്ചു. കൈലാസം കൈകളിൽ ഉയർത്തി ലോകത്തെ വിറപ്പിച്ച രാവണൻ പരിക്ഷീണനായി തളർന്നു നിലത്തിരുന്നു. മഹാബലിയുടെ മുൻപിൽ രാവണനെ ചെറുതായതുപോലെ തോന്നി. മഹാബലി അടുത്തേക്ക് ചെന്ന് രാവണനെ വിശ്രമസ്ഥലത്തേക്ക് കൊണ്ടുപോയി. രാവണനോട് പറഞ്ഞു, നീ ഇത്രയും നേരം എടുത്തുയർത്താൻ ശ്രമിച്ചത് വെറും ഒരു തളികയല്ല രാവണ, അത് എൻ്റെ മുത്തച്ഛൻ ഹിരണ്യകശിപുവിൻ്റെ ഒരു കാതിൽ കിടന്ന കുണ്ടലമാണ്. കൈലാസപർവ്വതം കൈക്കൊണ്ടുയർത്തിയ നിനക്ക് വെറും ഒരു കുണ്ടലം ഉയർത്താൻ കഴിഞ്ഞില്ല. ഇതുപോലെ 2 കാതിലും കുണ്ടലം ധരിച്ച ഹിരണ്യകശിപുവിൻ്റെ രൂപം പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ എടുത്തു മടിയിൽ കിടത്തി നെഞ്ചി പിളർന്നാണ് നരസിംഹമൂർത്തി കൊന്നത്. അതിനുവേണ്ടി മാത്രമാണ് നാരായണൻ നരസിംഹമായി അവതാരമെടുത്തത്. ത്രിലോകവും നടുങ്ങുമാറ് ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഹിരണ്യകശിപുവിനെ എടുത്തു മടിയിൽ കിടത്തുമ്പോൾ ഭൂമിയിൽ നിന്നും പാതാളത്തിലേക്ക് തെറിച്ചു വീണ കുണ്ടലമാണ് നീ അനക്കാൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ കൊന്ന ശ്രീ മഹാവിഷ്ണുവിനെ നീ നിസാരമായി കാണണ്ട. സ്വന്തം ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി തൂണും പിളർന്നാണ് നാരായണൻ അവതരിച്ചത്. ഇനി ഒരു കാര്യം കൂടി കേട്ടോളൂ. 3 അടി മണ്ണ് അളന്നു കൊടുക്കാൻ സാധിക്കാതിരുന്ന ഞാൻ നാരായണൻ്റെ മുൻപിൽ എൻ്റെ ശിരസ് കാട്ടിക്കൊടുത്തത് ഭഗവാന്റെ പാദസ്പർശം എൻ്റെ ശിരസിൽ പതിയുവാൻ വേണ്ടി ആയിരുന്നു. രാവണ, ഇതുപോലെ ഭക്തരക്ഷകനായ മറ്റൊരു ദേവനെയും കാട്ടിത്തരാൻ കഴിയില്ല. നീ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ കുന്തവും പിടിച്ച് കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടില്ലേ? അത് വെറും ഒരു കുട്ടിയല്ല രാവണ, അത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തിയാണ്. ഭൂമിയിൽ നിന്നും എന്നെ നിഷ്കാസിതനാക്കിയ ഭഗവാൻ നാരായണൻ ഇന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. ഭക്തന് വേണ്ടി കാവൽ നിൽക്കുന്ന ഭഗവാൻ സാക്ഷാൽ അനന്തശായി നാരായണൻ. ഭക്തനെ കാവൽ നിൽക്കുന്ന ഭഗവാൻ രാവണ, ഇതിലും വലിയ ഭാഗ്യമൊന്നും എനിക്കിനി ലഭിക്കാനില്ല. അഹങ്കാരമില്ലാതെ വിനയത്തോടു കൂടി ഭഗവാനെ ഭജിച്ചാൽ ഏതാപത്തിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.